ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ നാളത്തെ ഇംഗ്ലീഷ് എക്സാമിന് ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് നോട്ടീസ് തയ്യാറാക്കാൻ. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. നമുക്ക് എങ്ങനെ നോട്ടീസ് തയ്യാറാക്കാം, അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ വലിയൊരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് നോട്ടീസ് എഴുതേണ്ടത്. ഫസ്റ്റിൽ തന്നെ നോട്ടീസ് എന്ന് വലിയൊരു ഹെഡിങ് നിങ്ങൾ കൊടുക്കുക. പിന്നെ എന്താണ് പരിപാടി എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എന്താണ് നമ്മൾ അറിയിക്കേണ്ടത്? നോട്ടീസ് എന്ന് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണല്ലോ. സോ എന്താണ് ഇവിടെ വിഷയം എന്നുള്ളത്, പരിപാടി എന്താണെന്നുള്ളത് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡേറ്റും സബ്ജക്റ്റ് എന്താണോ നമ്മുടെ സബ്ജക്റ്റ് അത് അതായത് അവയർനെസ് ക്ലാസ് ആണെങ്കിൽ അവയർനെസ് ക്ലാസ് ഓൺ ദി ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുക. എന്താണ് കാര്യം എന്നുള്ളത് ഇവിടെ പറയുക. ദിസ് ഈസ് ടു ഇൻഫോം ഓൾ ദി സ്റ്റുഡൻസ് ദാറ്റ്, ഇത് എല്ലാ വിദ്യാർത്ഥികളെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ടീസ് തുടങ്ങാവുന്നതാണ്. അടുത്ത മെയിനായിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യമാണ് ദി ആക്ടിവിറ്റി വിൽ ബി ഹെൽഡ് ഓൺ. എവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നതെന്ന്, നടക്കുന്ന ഡേറ്റ്, ടൈം, വെന്യൂ എന്ന് പറഞ്ഞാൽ പ്ലേസ്, എവിടെ വെച്ചിട്ടാണ്, സ്ഥലമാണ് എഴുതേണ്ടത്. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആയിട്ട് എഴുതുക ഓൾ സ്റ്റുഡൻസ് ആർ റിക്വസ്റ്റഡ് ടു ടേക്ക് പാർട്ട്, അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസ് ആർ ഇൻവൈറ്റഡ് എന്നൊക്കെ എഴുതാം. എല്ലാ കുട്ടികളെയും ക്ഷണിക്കുന്നു എന്ന് എഴുതാം. സ്റ്റുഡൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻസിനനുസരിച്ച് എഴുതുക. പേരൻസ് ഉണ്ടെങ്കിൽ ഓൾ പേരൻസ് ആർ ഇൻവൈറ്റഡ് എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് അവസാനം ഈ നോട്ടീസ് ആരാണോ തയ്യാറാക്കുന്നത്, ചിലപ്പോൾ സ്കൂൾ ലീഡർ ആവാം, അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആവാം, എന്താണോ ടോപ്പിക്കിനനുസരിച്ച് ഈ നോട്ടീസ് ആരാണോ തയ്യാറാക്കുന്നത് അവരുടെ പേരും സിഗ്നേച്ചറും അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ നോട്ടീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടീസിൽ ഫുൾ മാർക്ക് നേടാവുന്നതാണ്. സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു, കുറച്ച് ടൈം എടുത്ത് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. സോ നമുക്കിവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നിങ്ങളുടെ 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ ദ സ്റ്റോറി ഓഫ് കിച്ചു എന്നൊരു പാഠഭാഗം പഠിച്ചിട്ടുള്ളതാണ്. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ടീസിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, വിഷയം എന്ന് പറയുന്നത് കിച്ചുവിനെ ആദരിച്ചു കൊണ്ടാണ് നമ്മൾ നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ആദ്യം ഹെഡിങ് കൊടുക്കണം, നോട്ടീസ് എന്ന ഹെഡിങ് കൊടുക്കണം. പിന്നെ എന്താണ് നമ്മുടെ ടോപ്പിക്, ഹോണറിങ് കിച്ചു, കിച്ചുവിനെ ആദരിക്കലാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അതും നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് ക്ലബ്ബാണ് നടക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഇവിടെ പാമ്പൻകാട് എനിമൽ ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബിൻ്റെ കീഴിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഹെഡിങ് ആയിട്ട് ഫസ്റ്റിൽ തന്നെ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിയർ ഫ്രണ്ട്സ് എന്ന് എഴുതിയിട്ട് ഒരു കോമ വെച്ചിട്ട് തുടങ്ങാം. എന്നിട്ട് അടുത്ത ലൈനിലായിട്ട് ദിസ് ഈസ് ടു ഇൻഫോം യു ദാറ്റ് വി ആർ ഗോയിങ് ടു ഹോണർ അവർ ബിലൗഡ് കിച്ചു ഫോർ ഹിസ് ബ്രേവറി. എന്താണ് നിങ്ങളെ അറിയിക്കുകയാണ്. ദിസ് ഈസ് ടു ഇൻഫോം യു എന്ന് എല്ലാ നോട്ടീസിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നൊരു ലൈനാണ്. നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഹോണർ, ടു ഹോണർ അവർ ബിലൗഡ് കിച്ചു ഫോർ ഹിസ് ബ്രേവറി. കിച്ചുവിൻ്റെ ധൈര്യത്തെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ. കിച്ചു സേവ്ഡ് അവർ ലൈവ്സ് ഫ്രം കുങ്കൺ ദ ഗ്രീഡി വോൾഫ്. എന്താണ്, അത്യാഗ്രഹിയായ വോൾഫിൽ നിന്നും എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത് കിച്ചു ആണല്ലേ. സോ കിച്ചു ഈസ് അവർ ഹീറോ, കിച്ചു ആണ് നമ്മുടെ ഹീറോ. സോ നമ്മുടെ വിഷയം എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത മെയിൻ കാര്യം എന്താണ്, പ്ലേസ്, ടൈം, ഡേറ്റ്. ഈ 3 കാര്യങ്ങൾ ഏതാണ്. പ്ലേസ് പാമ്പൻകാട് ബനിയൻ ട്രീ വെച്ചിട്ടാണ് നടക്കുന്നത്. ടൈം 2 PM ആണ്. ഡേറ്റ് 12th April 2025. ഈ ഡേറ്റും പ്ലേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവാം. തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ ഇവിടേക്ക് എടുത്ത് എഴുതേണ്ടത്.
തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈം കാര്യങ്ങളൊക്കെ പ്ലേസൊക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതുക. ഇനി ലാസ്റ്റ് ഓൾ ആർ ഇൻവൈറ്റഡ്, എന്താണ് എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് എഴുതുക. എന്നിട്ട് ആരാണ് ഈ ഒരു നോട്ടീസ് മേക്ക് ചെയ്യുന്നത്? ചഡ്കി ഷീപ്പ് എന്ന് പറഞ്ഞിട്ട് ആളാണ് സെക്രട്ടറി പാമ്പൻകാടിൻ്റെ സെക്രട്ടറിയാണ് ഈ ഒരു നോട്ടീസ് മേക്ക് ചെയ്യുന്നത്. സോ അവരുടെ പേരും അവിടെ എഴുതുക, ഒപ്പും സൈനും ചെയ്യുക. ഓക്കെ, ഇതാണ് മക്കളെ നമ്മുടെ നോട്ടീസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.